നമ്മൾ കേസിങ് കഴിഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താണ് നമ്മുടെ കൂണിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ലേറ്റായി കേട്ടോ, അത്യാവശ്യം നല്ല ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെഡുകൾ. ഇപ്പോൾ ഇത്ര നിലവിൽ നമുക്ക് ഇത്ര ബെഡുകളാണുള്ളത് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് മൈസീലിയൊക്കെ വന്ന് ബെഡിലാണ് നമ്മൾ കേസിങ് ചെയ്തത്. നമുക്കിപ്പോൾ ഒരു 4-5 ദിവസമായിട്ടുണ്ട്. പക്ഷേ എന്താണ്, കൂണ് അധികം മുള പൊങ്ങി വന്നിട്ടില്ല കേട്ടോ. വന്നിട്ടുണ്ട്, ഈ സൈഡിലൊക്കെ ഒരുപാട് മുകുളങ്ങൾ വന്നിട്ടുണ്ട്. അത് പക്ഷേ എന്താണ്, പ്രോപ്പറായിട്ട് അതിൻ്റെ വളർച്ച വന്നിട്ടില്ല കേട്ടോ. ഇങ്ങനെയാണോ ബെഡുകൾ ഉണ്ടാവുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. 7 ദിവസത്തിനകം നമുക്ക് എന്താണ് കൂണ് കിട്ടുമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുവരെയ്ക്കും നമ്മുടെ ബെഡിൻ്റെ ഒരു സ്റ്റേജ് ഇതാണ്. അത്യാവശ്യം എല്ലാ ബെഡിൻ്റെയും ഒരു സൈഡിലായിട്ട് ഇതുപോലെ മുകുളങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. സെൻറ്റർ പോർഷനിലൊന്നും വന്നിട്ടില്ല. ഇനി കേസിങ്ങിൻ്റെ തിക്നെസ് സെൻറ്ററിൽ കൂടിയോണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയത്തില്ല കേട്ടോ. പാൽക്കൂൺ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കുന്നതാണ്. ഇത് എല്ലാത്തിൻ്റെയും സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചിലതിനൊക്കെ കേസിങ്ങിന് താഴോട്ടാണ് നമ്മുടെ മുള വന്ന് നിൽക്കുന്നത് കേട്ടോ. അത് നമ്മുടെ കേസിങ് ഇട്ടതിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ബെഡിൻ്റെ ഒരു ചരിവ് കൊണ്ടൊക്കെ ആയിരിക്കാം. കേസിങ് ഇടുമ്പോൾ കുറച്ച് തിക്നെസ് കൂടിയിട്ടുണ്ടാകും കേട്ടോ. നമ്മൾ ബെഡ് ചെറുതായിട്ടൊന്ന് ചരിവുള്ളത് കാണുന്നില്ല വീഡിയോയിൽ. നമ്മൾ ഹാൻഡ് ഒന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പ്രഷർ കൊണ്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലൊക്കെ ഒന്ന് പതുങ്ങി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്തിട്ട് നമ്മൾ വെള്ളം എല്ലാത്തിലും സ്പ്രേ ചെയ്യുകയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഒരു കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. പാൽക്കൂണിന് എത്രത്തോളം വെള്ളം നമ്മൾ കൊടുക്കണമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നമ്മൾ പഠിച്ചതനുസരിച്ചിട്ട് നമ്മൾ 3 ദിവസത്തിലൊരിക്കലൊക്കെയാണ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. പിന്നുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ കൂണിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആകുമ്പോൾ നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് വെള്ളം കൊടുക്കാം കേട്ടോ. ഞാനങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഇത് നമ്മളെ പുതിയ ബെഡുകളാണ് കേട്ടോ. എങ്ങനെ ആയി എന്ന് നോക്കാം. നമുക്കൊരു 3-4 ദിവസം കൂടെ കഴിയുമ്പോൾ കേസിങ്ങിന് വേണ്ടിയിട്ട് പാകപ്പെട്ടിട്ടുള്ള ബെഡുകളാണിത്. ഈ ചെയ്തതിൽ ഒരു ബെഡിന് മാത്രം ചെറുതായിട്ടൊരു ബ്ലാക്ക് കളർ സൈഡിൽ, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സൈഡിൽ വരുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. നമ്മളിനി കാൽസ്യം കാർബണേറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആവാൻ ചാൻസ് കുറവാണ്. കാരണം എങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ബെഡ് പോവേണ്ടതാണ് കേട്ടോ. അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഞാൻ പഠിച്ച സ്ഥലത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബെഡിനകത്തും കൂണ് വരും എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ പക്ഷേ എനിക്ക് പേടി കാരണം ഞാൻ ഒരുപാട് ബെഡ് ഇതുപോലെ വന്നതിനെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കി ബെഡുകളൊന്നും കുഴപ്പമില്ല കേട്ടോ. 5 ഒരെണ്ണത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ. അത് പറഞ്ഞു വെച്ചിട്ട് നമ്മൾ അതേപോലെ തന്നെ കവർ ചെയ്ത് വെക്കാൻ കേട്ടോ. ഒരു 3-4 ദിവസം കൂടി എടുക്കും. ഇതുപോലെയാണ് നമുക്ക് പാൽക്കൂണിൻ്റെ മൈസീല നിൽക്കുന്നത് കേട്ടോ. ഓയിസ്റ്ററിൻ്റെ ആണെങ്കിൽ നല്ല വൈറ്റ് കളറാണ്. നമ്മുടെ മുകുളങ്ങളൊക്കെ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അപ്ഡേഷൻസൊക്കെ ഞാൻ ഇടാമേ. ചീത്തയായ ബെഡുകളെല്ലാം ഞാൻ മാറ്റിയാണ് കേട്ടോ. എന്താണ് ഇതിൻ്റെ കാരണമെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം.